മന്ത്രി എ കെ ശശീന്ദ്രൻ നമ്മോടൊപ്പം ചേരുന്നു. ശ്രീ എ കെ ശശീന്ദ്രൻ, താങ്കളൊക്കെ ഒരുപാട് ദിവസങ്ങളിൽ ഇതിനായി അവിടെ എത്തി, അല്ലെങ്കിൽ അവിടെ ഇതിൻ്റെ കാര്യങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി കാത്തിരുന്നു. ഏതായാലും ഇപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു ദുഃഖകരമാണെങ്കിലും ഒരു അനിശ്ചിതത്വത്തിന് വിരാമമായിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ ഒരു അവസരത്തെ? എങ്ങനെ പ്രതികരിക്കുന്നു? കഴിഞ്ഞ 71 ദിവസമായി ഗംഗാവാലി പുഴയിൽ കാണാതായ അർജുനനെയും അദ്ദേഹം ഓടിച്ചിരുന്ന ട്രക്കിനെയും കണ്ടെത്താനും അതോടൊപ്പം ഉണ്ടായിരുന്ന മറ്റുള്ളവരെ രക്ഷപ്പെടുത്താനുമുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നീണ്ട കാത്തിരിപ്പിനും പ്രാർത്ഥനയ്ക്കും ശേഷം ഇന്ന് അർജുൻ ഓടിച്ചിരുന്ന ട്രക്കും അതിനുള്ളിൽ ഒരു മൃതദേഹവും കണ്ടെത്തിയിട്ടുണ്ട്. താങ്കൾ പ്രകടിപ്പിച്ചതുപോലെ നേരൊരാശ്വാസം കുടുംബാംഗങ്ങൾക്കും പ്രാർത്ഥനാ നിർഭരമായ മനസ്സോടുകൂടി ആ കുടുംബത്തോടൊപ്പം ഉണ്ടായിരുന്ന 10,000ങ്ങളും ആശ്വസിക്കുകയാണ്. ശ്രമകരമായ ദൗത്യത്തിന്റെ ആദ്യ ദിവസങ്ങളിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു. എന്നോടൊപ്പം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ മുഹമ്മദ് ഗവൺമെന്റുമായും നിരന്തര സമ്പർക്കത്തിലൂടെ കുറേയേറെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞെങ്കിലും ഫലമുണ്ടായിരുന്നില്ല. ചില ഘട്ടങ്ങളിൽ അന്വേഷണം തിരിച്ചറിയൽ പ്രക്രിയ നിർത്തിവെക്കുമെന്ന ആശങ്കയുണ്ടായപ്പോൾ ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, കർണാടക മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യയുമായി പലതവണ സംസാരിക്കുകയും പ്രവർത്തനം ഊർജിതപ്പെടുത്താനുള്ള കാര്യങ്ങൾക്ക് വ്യക്തത വരുത്തുകയും ചെയ്യുകയുണ്ടായി. നിരവധി പൊതുപ്രവർത്തകന്മാരും MLA-മാരും സേനയുടെ വിവിധ വിഭാഗങ്ങളും കൂട്ടായി നടത്തിയ തിരച്ചിലിന്റെ പരിസമാപ്തിയാണ് ഇന്നുണ്ടായിട്ടുള്ളത്. ജില്ലാ ഭരണകൂടവും സംസ്ഥാന ഗവൺമെന്റുകളും ഈ കാര്യത്തിൽ മാതൃകാപരമായ പങ്കുവഹിച്ചിട്ടുണ്ട്. ബാംഗ്ലൂരിൽ ചെന്ന് ഞാൻ കർണാടക മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട സിദ്ധരാമയ്യയെ കണ്ട് തെരച്ചിലുള്ള മന്ദഗതിയെ സംബന്ധിച്ച് സൂചിപ്പിക്കുകയുണ്ടായി. ബഹുമാനപ്പെട്ട ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. അദ്ദേഹം ഈ തെരച്ചിൽ നടപടി നിർത്തിവെക്കുകയില്ലെന്ന് ഞങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇപ്പോൾ കുടുംബത്തിന് നേരിയ ആശ്വാസമേ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് ഞാൻ പറയുക. അവർ ആഗ്രഹിച്ചതും പ്രാർത്ഥിച്ചതും അർജുനനെ ജീവനോടുകൂടി കിട്ടണമെന്നായിരുന്നു. ഞാൻ കരുതുന്നത് ഇത്രയും ദിവസത്തെ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ സാഹചര്യവുമായി മാനസികമായി പൊരുത്തപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ്. വസ്തുതകളുടെ സാഹചര്യങ്ങളുടെ പ്രത്യേകത മനസ്സിലാക്കി അവർ ആശ്വസിക്കണം, സമാധാനിക്കണമെന്ന് ഞാൻ അവരോട് അഭ്യർത്ഥിക്കുകയാണ്. ജനത മുഴുവൻ, നാട്ടുകാർ മുഴുവൻ, ഒരു നാട് മുഴുവൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നതാണ് ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. അങ്ങനെ നിന്ന നാട്ടുകാരോട്, 2 സംസ്ഥാന ഗവൺമെന്റുകളോട്, ജില്ലാ ഭരണകൂടത്തോടും പോലീസ് മേധാവികളും സേനാ വിഭാഗങ്ങളോടും കേരളത്തിന് വേണ്ടി നന്ദി രേഖപ്പെടുത്താൻ ഈ ഘട്ടം ഞാൻ ഉപയോഗപ്പെടുത്തുകയാണ്. മിനിസ്റ്റർ, തിരക്കാണെന്ന് അറിയാമെങ്കിലും ഒരൊറ്റ കാര്യം കൂടി നമുക്കറിയാം. ഇനി വളരെ പെട്ടെന്ന് ഈ മൃതദേഹം അവരുടെ കുടുംബത്തിലെത്തിക്കുക എന്നുള്ളതാണ്. നിരവധി ദൗത്യങ്ങൾ ഇനിയുണ്ട്, ശാസ്ത്രീയ പരിശോധനയുണ്ട്. അതെ, അങ്ങനെ ഒരു ചർച്ചയുണ്ട്. കാരണം ഈ മൃതദേഹം അർജുന്റെ തന്നെയാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കണമെങ്കിൽ DNA ടെസ്റ്റ് പോലുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ജില്ലാ കളക്ടറുമായും ജില്ലാ പോലീസ് മേധാവിയുമായി ഞാൻ അല്പം മുമ്പേ സംസാരിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങളിൽ വളരെ വേഗത്തിൽ തന്നെ നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് കരുതുന്നത്. കാർവാർ MLA ആ സ്ഥലത്ത് തന്നെയുണ്ട്. അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തോടുകൂടിയ പ്രവർത്തനത്തെയും സേവനത്തെയും എടുത്തു പറയാതിരിക്കാൻ വയ്യ എന്നുകൂടി ഈ ഘട്ടത്തിൽ സൂചിപ്പിക്കട്ടെ.